ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ് എന്ന നിലയിൽ ഈജിപ്തിലെ അക്കാദമിക് എക്സ്പീരിയൻസ് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? അക്കാഡമിക് എക്സ്പീരിയൻസ് പറയുമ്പോൾ ക്ലാസ്സൊക്കെ വളരെ സിസ്റ്റമാറ്റിക്സ് ആണ്. ഇപ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സാണ് നമുക്ക് ഓരോ സബ്ജക്റ്റിന് വരുന്നത്. ഇപ്പം ക്ലിനിക്കൽസ് ആണെങ്കിലും പ്രാക്ടിക്കൽസിനാണെങ്കിലൊക്കെ നല്ല എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റഡീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവർക്ക്. പിന്നെ നമ്മൾ പബ്ലിക് ഹോസ്പിറ്റലിലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്ലിനിക്കൽ എക്സ്പോഷറും കിട്ടലുണ്ട്. നിങ്ങളിപ്പോൾ ഈജിപ്തിലേക്ക് MBBS പഠിക്കാനായിട്ട് പോയല്ലോ. അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുത്തതിൽ നിങ്ങളുടെ പാരൻസ് ഹാപ്പിയാണോ? തീർച്ചയായും ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഓർക്ക് ഇന്നേ വരെ അതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ പുറത്തേക്കാണ് വിട്ടത് എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കൺസൾട്ടൻസിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിക്ക് അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഇടങ്ങേറോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 100% അതിൽ ഹാപ്പിയാണ്. ഈജിപ്തിലെ ഹോസ്റ്റൽസ് ഒക്കെ എങ്ങനെയാണുള്ളത്? അവിടെ നിങ്ങൾ മെസ് ഫുഡ് തന്നെയാണോ യൂസ് ചെയ്യല്, അല്ലെങ്കിൽ സെൽഫ് കുക്ക് ചെയ്യാറാണോ പതിവ്? ഹോസ്റ്റലിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഹോസ്റ്റലുണ്ട്. പക്ഷേ മല്ലു സ്റ്റുഡൻസ് അതെടുക്കൽ വളരെ കുറവാണ്. അവരുടേതായ ഫുഡൊക്കെ ആയിരിക്കും. നമുക്ക് കൺസൾട്ടൻസി തന്നെ അപ്പാർട്ട്മെൻറ്റ് സെറ്റാക്കി തരും. സെൽഫ് കുക്കിംഗ് ആണ്. പിന്നെ കേരള മെസ് അവൈലബിൾ ആണ്, വേണ്ടവർക്ക് അതെടുക്കാം. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും മന്ത്ലി വരുമ്പോൾ ഒരു 10K to 20K വരെ പോവുള്ളൂ. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും മാക്സിമം ഒരു 25K INR വരെ പോവുള്ളൂ.